കരങ്ങൾ കൊണ്ട് എടുക്കാൻ പറ്റാത്ത, കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഇന്ന് നമ്മൾ കേൾക്കുന്ന പല ഇസങ്ങളിലേക്കും ജനം ആകർഷിക്കപ്പെട്ടത് ആരുടെയൊക്കെയോ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ടാണ്. ആണോ? ഇന്നും പലതിനും വേണ്ടി പിള്ളേർ ചാകുകയും കൊല്ലുകയും ചെയ്യുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, കൈകൊണ്ട് എടുക്കാൻ പറ്റാത്ത ഏതോ ഒരു ആശയത്തിന് വേണ്ടിയാണ് അവർ ഈ ചങ്ക് പറിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലോക മാനവരാശിയെ മുഴുവൻ വിടുവിക്കുന്ന സുവിശേഷം എന്ന ആ സത്യത്തെ ജനത്തിന്റെ നടുവിലേക്ക് ഒരു ഭയങ്കര തടയണ പൊട്ടി ഒഴുകുന്നത് പോലെ ആ സ്നേഹത്തിന്റെ സന്ദേശം ഒഴുക്കുവാൻ ഇതിനകത്ത് ദൈവം ആരെയൊക്കെ അഭിഷേകം ചെയ്യുകയാണ്. നമുക്ക് വേണ്ടത് ഈ കാലഘട്ടങ്ങളിലെ കർത്താവിനു വേണ്ടി ഇടം നോക്കാതെ, സാഹചര്യം നോക്കാതെ കർത്താവിന് വേണ്ടി ഇറങ്ങുന്ന ചിലരെയാണ് എൻ്റെ കർത്താവിന് ആവശ്യം. കർത്താവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങളെ ആരെയൊക്കെയോ ചിലർ തിരയുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടതിനെയാണ് ജനം തിരയുന്നത്. ഇന്ന് നീ തിരഞ്ഞെടുക്കപ്പെട്ടതാണെന്ന ബോധ്യമുണ്ടെങ്കിൽ ഏതോ രാജ്യത്തിൽ ഏതോ ഒരു വലിയ കൂട്ടം, ഏതോ ചില വ്യക്തികൾ, മക്കദോന്യ വിളി പോലെ ചില വ്യക്തികൾ നിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. നിന്റെ ശബ്ദം എത്തിച്ചേരുവാൻ വേണ്ടി അവർ കാതോർക്കുന്നു. നിന്നെ ചിലർ തിരയുന്നു. ഇന്ന് നീ ചെന്ന് സുവിശേഷം പറഞ്ഞ്, നീ ചെന്ന് നിന്റെ സാക്ഷ്യം പറഞ്ഞ് കർത്താവിങ്കലേക്ക് കൈപിടിച്ചു നയിക്കാൻ ആമേൻ ദൈവം ചിലരെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കുന്നു. എന്റെ ഹൃദയത്തിൽ ദൈവം പറഞ്ഞ ഒരു ദൂത് കൂടെ കൈമാറുന്നു. നിന്റെ മേൽ കിടക്കുന്ന ഒരു വിളി ഗിദെയോന്റെ വിളിയാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഗിദെയോന്റെ വിളിയുടെ ഒരു പ്രത്യേകത, യഹോവയുടെ നാമത്തിൽ യാഗപീഠം പണിയാൻ മാത്രമല്ല നിന്റെ വിളി, മറിച്ച് അപ്പുറത്ത് ബാലിന്റെയും അശേരയുടെയും പ്രതിഷ്ഠകളെ പൊളിക്കാനും കൂടെ ഉള്ള ഒരു പാക്കേജ് അതിനകത്തുണ്ട്. നീ മറന്നു പോകരുത്. നീ നിൽക്കുന്നിടത്ത് നീ മാത്രം മതി. എത്ര പേർ അത് സ്വീകരിക്കുന്നറിയത്? നിന്റെ ഇടത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന ഭയങ്കരമായിട്ട് ഉയരട്ടെ. ആമേൻ. ജനത്തെ തെറ്റിച്ചു കളയുന്ന എല്ലാ തെറ്റായിട്ടുള്ള വാഴ്ചകളും അധികാരങ്ങളും ഇന്ന് പകൽ നിന്റെ നിയോഗത്തിന്റെ മുൻപിൽ ആയുധം വെച്ച കീഴടങ്ങട്ടെ. നിന്റെ നിയോഗത്തിന്റെ മുൻപിൽ ആയുധം വെച്ച് കീഴടങ്ങുമോ ഇല്ലയോ എന്നുള്ളത് ഏലിയാവിനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആ മനുഷ്യൻ നിൽക്കുന്ന ഒരു സറൗണ്ടിങ്ങിനകത്ത് ഫുള്ള് ഫ്രീസായി പോയി. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നിന്റെ സാന്നിധ്യത്തിനകത്ത് നീ ആത്മാവിൽ നീ ഒന്ന് തല ഉയർത്തി നിന്നാൽ ഇനി നീ നിൽക്കുന്നിടത്ത് മറ്റൊന്നിനും കയറി ഇറങ്ങാൻ പറ്റത്തില്ല. ആക്സസ് ഡിനൈ ചെയ്യും ദൈവം. ദൈവം ചിലരെ നോക്കി പറയുന്നു, നീ നിൽക്കുന്നിടത്ത് മറ്റു ചിലതിന്റെ ആക്സസ് എന്റെ ദൈവം ഡിനൈ ചെയ്യും. ഇതുവരെ അത് സംഭവിച്ചിട്ടില്ലായിരിക്കും, പക്ഷേ ആത്മാവിൽ നീ എഴുന്നേറ്റ് നിന്നാൽ ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി ഇന്ന് ഇതിന്റെ മേലുണ്ട്. വിശ്വസിക്കാവോ? ഓ ജീസസ്.